മഞ്ചേശ്വരം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിർമ്മിക്കുന്ന കളിക്കളം പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനം നാടിന് ഉത്സവമായി. പ്രൗഢമായ ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. City Gold and Diamonds, Kerala and Karnataka, the glow of purity. 1 കോടി രൂപ ചെലവിൽ മഞ്ചേശ്വരം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിർമ്മിക്കുന്ന കളിക്കളം പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനം കായികം വഖഫ് ഹജ്ജ് തീർത്ഥാടനം വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം വേണമെന്നത് സംസ്ഥാനത്തിന്റെ കായിക നയത്തിന്റെ ഭാഗമാണെന്നും മഞ്ചേശ്വരം മണ്ഡലത്തിൽ മാത്രം 5 കോടിയുടെ കായിക പദ്ധതികൾ പുരോഗമിക്കുന്നതായും മന്ത്രി പറഞ്ഞു. കായിക രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മുൻകാലങ്ങളിൽ കാസർഗോഡ് നേരിട്ട അവഗണന മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും തൃക്കരിപ്പൂർ സ്റ്റേഡിയം നിർമ്മാണവും നീലേശ്വരം കായിക സമുച്ചയവും അതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ പുതിയ തലമുറക്ക് ഈ ഒരു കാലഘട്ടം എന്നുള്ളത് പുതിയ കായിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമാണ്. ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള പണം ഈ മേഖലയിൽ മുടക്കാൻ സർക്കാർ തയ്യാറായത്. ഈ ദിശയിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്ത് ആദ്യമായി നമ്മൾ കൊണ്ടുവന്ന കായിക നയം, എല്ലാവർക്കും സ്പോർട്സ് എന്ന അടിസ്ഥാന നിലപാടിൽ ഊന്നിയുള്ള ഈ നയമാണ് എല്ലാ പഞ്ചായത്തിലും കളിക്കളം വേണമെന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറാൻ കാരണം. എ.കെ.എം. അഷ്റഫ് MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ A.P.M. മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ്, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷംഷീന, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യാദവ ബഡാജെ, തുളു അക്കാദമി ചെയർമാൻ KR ജയാനന്ദ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ഹനീഫ് പടിഞ്ഞാർ, അസീസ് ഹാജി, ഹരീഷ് ചന്ദ്ര, RK ശ്രീധര, ഇബ്രാഹിം തൊക്കെ, M അബ്ദുൽ ഹമീദ്, ഗണപതി പൈ, V ശ്രീവത്സ് എന്നിവർ പങ്കെടുത്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗോൾഡൻ അബ്ദുൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.